കാല് വെടിച്ചു കീറുന്നതും കുഴിനകവും രണ്ടും ഒരുപോലെ ഇല്ലാതാക്കാനായിട്ട് ഈ മൺചിറാതിൽ കാണുന്ന ഒരു തുള്ളി കുഴമ്പ് മാത്രം മതിയാകും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം, അതായത് ചൂട് തണുപ്പ് സമയങ്ങളിൽ ഈ ഒരു കാലാവസ്ഥ സമയത്ത് നമുക്ക് കാലുകൾ വെടിച്ചു കീറുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട് പലർക്കും കാണും. അപ്പം ഈ ഒരു ബുദ്ധിമുട്ട് ഒരു 100% ആളുകൾക്കും ഉണ്ട്. നമ്മൾ പലരുടെയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക്, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാസലിനാണ്. അപ്പോൾ വാസലിന് എല്ലാവർക്കും അത്ര പ്രയോജനകരമാണോന്നില്ല. എന്നാൽ നമുക്ക് ഈ ഉണ്ടാക്കുന്ന ഒരു കൂട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് സർവ്വസാധാരണ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. നല്ല രീതിയിൽ നല്ല എഫക്റ്റും കിട്ടുന്ന. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഇതിൽ നിന്ന് കുറച്ച് മെഴുക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെഴുക് കട്ട് ചെയ്തത് നമ്മളിതാ ഇതുപോലൊരു മൺചിറാതിലേക്ക് നമ്മളൊന്ന് പൊടിച്ചിടാൻ പോകട്ടോ. ഇതിൻ്റെ നൂലെടുത്ത് കാണണം. ഇതിനകത്തൊരു നൂലുണ്ട്. നമ്മൾ ആ മെഴുകുതിരി സാധാരണ മേടിക്കുമ്പോൾ നമുക്ക് ആ നൂലെടുത്ത് മാറ്റി കാണാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്ന് പൊടിച്ചിടാം. മൺചിറാതിലേക്ക് നമ്മുടെ മെഴുകുതിരി പൊട്ടിച്ചെടുത്ത് നമ്മൾ ഇതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നൂലുകളെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മെഴുകുതിരി ഒന്ന് കത്തിക്കാൻ പോവുക. മെഴുകുതിരി കത്തിച്ച് നമുക്കൊന്ന് ചൂടാക്കി. അപ്പോൾ നമ്മളിതാ ഈ മെഴുക് നമ്മൾ മൺചിറാതിനകത്ത് ആക്കിയിട്ട്, അതായത് മൺചിറാത് നമ്മൾ ചൂടാക്കി നമ്മൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഈ ഒരു മെഴുക് ഉരുക്കിയെടുക്കണം. മെഴുക് ഉരുക്കിയെടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. വീഡിയോ കാണിക്കാൻ വേണ്ടി നമുക്ക് ഈ മെഴുകുതിരിയിൽ വെച്ച് ചൂടാക്കുന്നതാണ്. നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് പെട്ടെന്ന് ചൂടാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ മെഴുകുതിരി ഇതാ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ജസ്റ്റ് മൺചിറാത് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്കും മെഴുക് ഉരുകി തുടങ്ങും. ഇതിലേക്ക് നമുക്കിതാ കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ട നമ്മുടെ ഉപ്പുപൊടി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് ഒരു പിഞ്ച് മാത്രം മതിയാവും. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർക്കാം. നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ശരീരത്തൊക്കെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനൊക്കെയാണ് നമ്മൾ ഈ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. മെഴുകായതുകൊണ്ട് പൂർണ്ണമായിട്ടും കട്ടിയായിട്ട് ഇരിക്കുന്നു പ്രതീക്ഷിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അല്പം ഒരു ലൂസി രൂപത്തിലായിരിക്കും. എങ്കിലും നമ്മുടെ കാലിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഒഴുകി പോകുന്നു അങ്ങനെയുള്ള രൂപത്തിലൊന്നും ആവത്തില്ല. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി നമ്മളൊരു സ്പൂണിലോട്ട് മാറ്റുകയാണ്. ഇപ്പോൾ കണ്ടോ, നമ്മളത് ഇതുപോലെ നന്നായിട്ട് ഉറഞ്ഞിരിപ്പുണ്ട്. നമ്മൾ മെഴുക് ചേർത്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിത് കാലിൽ എവിടെയാണോ വിണ്ടുകയറലും അല്ലെങ്കിൽ കുഴിനകമോ അങ്ങനെയുള്ള ഭാഗത്ത് നമുക്കിതാ ഇതിങ്ങനെ എടുത്ത് കുഴിനകമോ വിണ്ടുകയറലോ അങ്ങനെയൊക്കെ ഉള്ള ഭാഗം ഇതുപോലെ നമുക്ക് കണ്ടോ ഇങ്ങനെ കാലിൽ ഇങ്ങനെ പറ്റി പിടിച്ചു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുഴിനകം ഉണ്ടെങ്കിൽ കുഴിനകത്തെ ലൈൻ നമുക്കിതാ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കാൻ പറ്റും. ഇതുപോലെ ഇരുന്നോളും. ഹീലിംഗ് ആയിട്ട് തന്നെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ വാസലിനൊക്കെ ഉപയോഗിച്ചപ്പോൾ നമ്മൾ പെട്ടെന്ന് വാസലിന് കാലിലൊക്കെ തേച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വാസലൊന്നും കാണുക പോലും ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു വാസലിൻ തേച്ചതിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും കാണത്തില്ല പിന്നീടായാലും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ കാലിനൊക്കെ വിണ്ടു കയറുന്നതിനൊക്കെ നല്ലൊരു പരിഹാരമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഓക്കെ, ബൈ.